യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും മടിയന്മാരോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുള്ളവരോ ഒന്നും അല്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റാതെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഞാനെന്താ ഇങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യാത്തത്, ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ മുന്നോട്ടൊന്നും ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ പല കാര്യങ്ങളും നേടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല, വേണ്ട രീതിയിൽ അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നില്ല, കാര്യങ്ങൾ നീങ്ങുന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഞാനൊരു മടിയനാണോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ കാര്യങ്ങളെ നീട്ടി വയ്ക്കുന്ന സ്വഭാവമുള്ള എന്തെങ്കിലും ആ ഒരു പ്രശ്നമുള്ള ആളാണോ. യഥാർത്ഥത്തിൽ ഈ മടിയെന്ന് പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുന്ന ഒരു മോട്ടിവേഷൻ ഇല്ലായ്മ എന്ന് പറയുന്നൊരു കാര്യമൊക്കെ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ഇമേജിൻ്റെ പ്രശ്നമാണ്. നമ്മൾ പറയാറില്ലേ, നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയില്ല, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ഇമേജാണ്. എന്താണ് ഈ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്? നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു ധാരണ. ബോധ്യം എന്ന് പറയുന്നത് ശരിയല്ല, കാരണം ബോധ്യം എന്ന് പറയുന്നത് നമ്മൾ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുകയാണ്. എന്നാൽ ഇവിടെ യാഥാർത്ഥ്യത്തെ അല്ല, നമുക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു ധാരണയുണ്ട്. യഥാർത്ഥ എന്നെക്കുറിച്ചുള്ള അറിവല്ല, മറിച്ച് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ളൊരു ധാരണ. അത് ശരിയാവാം, തെറ്റാവാം, ധാരണകൾ ശരിയോ തെറ്റോ ആവാം. അപ്പോൾ നമ്മളെക്കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ എന്താണ്, എനിക്ക് എന്ത് കഴിവാണ് ഉള്ളത്, എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റും എന്നൊക്കെ നമ്മൾ തന്നെ നമുക്കൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ഉപബോധ മനസ്സിലാണ് ഉള്ളത്. അതെങ്ങനെയാണോ അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ ഭാഗത്തു നിന്ന്, നമ്മളിൽ നിന്ന് ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടാവത്തുള്ളൂ. നമ്മുടെ പ്രവർത്തനങ്ങൾ, പ്രതികരണങ്ങൾ, സംസാര രീതികളൊക്കെ നമ്മുടെ സെൽഫ് ഇമേജ് എങ്ങനെയാണോ അതിനനുസരിച്ചേ വരത്തുള്ളൂ. ഇപ്പോൾ ഒരു റൂമിൽ, അടച്ചിട്ട റൂമിൽ നമ്മൾ എയർ കണ്ടീഷൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മളൊരു 22 സെറ്റ് ചെയ്ത് വെച്ച് നിൽക്കുക. ആ മുറിക്ക് വെളിയിൽ എത്ര ടെമ്പറേച്ചർ ആണെങ്കിൽ പോലും ആ മുറിക്കുള്ളിലെ ടെമ്പറേച്ചർ ഒന്നും എപ്പോഴും 22 ആയിരിക്കും. അതിൽ കൂടത്തുമില്ല, കുറയത്തുമില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ സെൽഫ് ഇമേജ്. അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ വെളിയിലുള്ള സാഹചര്യങ്ങളെ കുറ്റം പറയും, അല്ലെങ്കിൽ എൻ്റെ പേരൻസ് എന്നെ വളർത്തിയതിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഞാൻ ജനിച്ച സ്ഥലം ശരിയല്ല, അല്ലെങ്കിൽ ഇതൊന്നുമല്ലേ നമ്മൾ എന്ത് പറയും, എൻ്റെ ഗ്രഹങ്ങൾ ശരിയല്ല, അല്ലേ, എൻ്റെ സമയം, ഞാൻ ജനിച്ച സമയം ശരിയല്ല, അല്ലെങ്കിൽ വിധി, അങ്ങനെ പല രീതിയിൽ നമ്മൾ കുറ്റങ്ങൾ പറയും, അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ എക്സ്ക്യൂസസ് പറയും. ഇതുകൊണ്ടാണ് എനിക്ക് പറ്റാത്തത്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് എനിക്ക് മുന്നേറാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ല അതിൻ്റെ യാഥാർത്ഥ്യം. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ, നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ പോലും, നിങ്ങളുടെ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് എന്താണോ അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് നീങ്ങാൻ പറ്റത്തുള്ളൂ. ഈ AC-യുടെ ഉദാഹരണം പറഞ്ഞതുപോലെ തന്നെയാണ്. അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾ പ്രതികരിക്കുകയുള്ളൂ, നിങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ബേസിക്കലി ഈ സെൽഫ് ഇമേജ് മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വരുള്ളൂ. നമ്മൾ പലപ്പോഴും നമ്മളെല്ലാവരും പറയാറുള്ളതാണ്, അല്ലെങ്കിൽ കേൾക്കാറുള്ളതാണ്, മോട്ടിവേഷണൽ സ്പീക്കിംഗ് കേൾക്കുമ്പോൾ ഒരു ആവേശമൊക്കെ വരും, അത് കഴിയുമ്പോൾ അത് കഴിയും. യഥാർത്ഥത്തിൽ മോട്ടിവേഷൻ എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഉദ്ദേശം. അതായത് നിങ്ങൾക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ഉള്ള ഒരു പ്രചോദനം തരിക എന്ന് മാത്രമേ ഒരു ഉദ്ദേശമുള്ളൂ. പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസിപ്ലിൻഡായിട്ട്, നമ്മുടെ ജിം റോൺസ് ഒക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മോട്ടിവേഷൻ അല്ല നിങ്ങൾക്ക് ഒരു സക്സസ് കൊണ്ടിരുന്നത്, നിങ്ങളുടെ ഡിസിപ്ലിനാണ് നിങ്ങൾ സക്സസ് കൊണ്ടിരുന്നത്. ഡിസിപ്ലിൻഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ, ജീവിതത്തെ ഡിസിപ്ലിനോടെ കൂടി കൊണ്ടുപോകുന്ന ആളുകൾ, ഒരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളിന് വേണ്ടി വളരെ ഡിസിപ്ലിനോടുകൂടി വർക്ക് ചെയ്യുന്നവർക്കാണ് വിജയങ്ങളുണ്ടാകുന്നത്. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ടുള്ള ഒരു പ്രചോദനം തരിക. അതാണ് മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ, അത്രേ അതുകൊണ്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോഴാണ്, നിങ്ങൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്, ഞാൻ മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു ഇനീഷ്യൽ മോട്ടിവേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം എനിക്ക് ഉണ്ടാവുന്നില്ല. ആ പ്രചോദനങ്ങളൊക്കെ നിൽക്കുന്നത് നിങ്ങളുടെ ആ സെൽഫ് ഇമേജിൽ ഉണ്ടാകുന്ന ഒരു റീസെറ്റ്
സംഭവിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ സെൽഫ് ഇമേജിനെ നിങ്ങൾ റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് അൺഫോർച്ചുനേറ്റ്ലി ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് ഇമേജ് എന്താണ്, അത് നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്ന ഈ കാര്യം എന്താണെന്ന് നമുക്കറിയില്ല എന്നുള്ളതാണ്. അതായത് ബോധതലത്തിൽ നമുക്കറിയില്ല, ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ തലത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഉപബോധ തലത്തിൽ ഉള്ള ആ ഒരു സെൽഫ് ഇമേജിനെ മാറ്റി നിങ്ങൾ ഏത് ഫീൽഡിലാണോ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരേണ്ടത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, അതായത് നിങ്ങളുടെ സെൽഫ് ഇമേജിനെ റീസെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സെൽഫ് ഇമേജിനെ റീസെറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പ്രോഗ്രാം, ഇതൊരു കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്, ഒരു 1 month പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാനാണത് ലീഡ് ചെയ്യുന്നത്, എന്നോടൊപ്പം മറ്റ് പലരും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ കുടുംബാംഗങ്ങളായിരിക്കാം, സുഹൃത്തുക്കളോ ബന്ധുക്കളോ പരിചയക്കാരോ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം കൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.